നമസ്കാരം. പുണർദ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പുണ്യതീർത്ഥയാത്രകൾ മംഗളകരമാക്കി തീർക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനുമുള്ള അവസരം ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ സ്ഥാനക്കയറ്റത്തിനോ മറ്റൊരു പ്രവൃത്തി മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഉയർച്ചയ്ക്കോ മറ്റൊരു നല്ല ജോലി ലഭിക്കുവാനോ ഉള്ള അവസരം ഉണ്ടായിത്തീരും. തന്മൂലം കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. കഴിഞ്ഞ 2 വർഷമായിട്ട് തുടങ്ങി വെച്ച പല വിധത്തിലുള്ള കർമ്മ പദ്ധതികൾക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും അവസരങ്ങളും വന്നു ചേരുന്നത് ഗുണകരമാക്കി തീർക്കുവാനും സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനും യോഗം കാണുന്നുണ്ട്. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കുമെങ്കിലും ഉദര നീർദോഷ രോഗപീഠകളെ കൊണ്ടും ഉഷ്ണരോഗപീഠകളെ കൊണ്ടും അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനുള്ള യോഗം കാണുന്നുണ്ട്. വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പത്രം ലഭിക്കും. കടം കൊടുത്ത സംഖ്യ തിരിച്ച് ലഭിക്കുന്നത് വഴി ആശ്വാസകരമായ അന്തരീക്ഷം സംജാതമാകും. പുതിയ കാർഷിക കൂട്ടായ്മയിൽ പങ്കുചേരുവാനുള്ള അവസരം കാണുന്നുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാനുള്ള അവസരമുണ്ടായിത്തീരും. മക്കളുടെ പലവിധത്തിലുള്ള മംഗളകർമ്മങ്ങളിൽ നടത്തിക്കൊടുക്കുവാനുള്ള അവസരം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. സന്ധി സംഭാഷണം, ചർച്ചകൾ, പരീക്ഷ, ഇൻ്റർവ്യൂ മുതലായവയിലൊക്കെ തന്നെ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികളോടൊപ്പം പല മാസങ്ങളിലുമായിട്ട് ദിവസങ്ങളോളം താമസിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാൻ യോഗം കാണുന്നു. സഹജമായുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദേശയാത്രയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുമെങ്കിലും ജന്മനാട്ടിലെ ചില സാഹചര്യങ്ങളെ കൊണ്ട് മാറ്റിവെക്കുവാനുള്ള സാധ്യത കാണുന്നു. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് പൗരാണികമായിട്ടുള്ള പ്രവൃത്തികളിലും പാരമ്പര്യ പ്രവൃത്തികളിലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും പങ്കുചേരുകയും ചെയ്യുന്നത് മാതാപിതാക്കളിൽ നിന്നും അനുമോദനങ്ങൾക്ക് വഴിയൊരുക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ബൃഹത് പദ്ധതികളുടെ ആസൂത്രണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് വഴി അത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനും അതിനുവേണ്ടി പ്രവർത്തനക്ഷമതയോടുകൂടി ഇതായിട്ടുള്ള സാഹചര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുമുള്ള സാഹചര്യങ്ങൾ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും തന്മൂലം കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനും പുണർദ നക്ഷത്രക്കാർക്ക് ഈ 2017 ആണ്ടിലെ വിഷുഫലമായി പറയുന്നു. നമസ്കാരം.